നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനിച്ച് ക്ലബ് മാനേജ്മെൻറ്റ് ₹1 കോടി പിഴ ചുമത്തിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരായ പ്ലേ ഓഫ് മത്സരത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിന് കേരളത്തിന് വലിയ പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പരിശീലകൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ക്ലബ്ബ് ഇവാന് പിഴ ചുമത്തിയിരിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. CMS സമർപ്പിച്ച അപ്പീലിലാണ് ക്ലബ്ബ് ഇവാന് പിഴ ചുമത്തിയ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം ഫുട്ബോൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പൊതുവെ ഇത്തരം പിഴ ക്ലബ്ബ് ഉടമകളാണ് വഹിക്കുക. എന്നാൽ ഈ കേസിൽ കോച്ച് ചെയ്തത് തെറ്റാണെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നിലപാട്. ഇവാൻ വുക്കോമനിച്ച് ക്ലബ്ബ് വിടാനുള്ള കാരണം ഇതായിരിക്കാം എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ഇടയിൽ നടക്കുന്ന ചർച്ച. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തുകൊണ്ടാണ് കോച്ചിന് ₹1 കോടി പിഴ ഇട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാത്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ സ്ഥാനത്ത് തിളങ്ങി കളിക്കുന്ന വിദേശ താരമാണ് അഡ്രിയൻ ലൂണ. അഡ്രിയൻ ലൂണയെ കുറിച്ച് പറയുമ്പോൾ നിരവധി ഗോളുകളും നിരവധി അസിസ്റ്റും നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ള താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല മത്സരങ്ങളിലും ക്യാപ്റ്റൻ സ്ഥാനത്ത് താരം തിളങ്ങി നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സീസണിലും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനുശേഷം പരിക്ക് പറ്റി പുറത്തുപോയി കുറേ മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം താരത്തിന് 2025 വരെ കരാറുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ മാർക്കസ് മർഗളോവ റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ അഡ്രിയൻ ലൂണയെ നോട്ടമിട്ടുകൊണ്ട് 2 ISL ക്ലബ്ബുകൾ രംഗത്തുണ്ട്. ഒന്നാമത്തെ ISL ക്ലബ്ബുകൾ മുംബൈ സിറ്റിയും അതേപോലെ FC ഗോവയുമാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ 2 ടീമുകളിൽ ഒരു ടീമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ക്യാഷിന് വേണ്ടി അഡ്രിയൻ ലൂണയെ പണം കിട്ടാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ നോക്കിയിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണയെ വിട്ടു നൽകുകയാണെങ്കിൽ അതൊരു മണ്ടത്തരമാകുമെന്ന് തന്നെ 100% ഉറപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇറക്കുക. താങ്ക് യു.